ഇനി ഒരാഴ്ചയും കൂടെ. ഉർവശി വന്നപ്പോ തൊട്ടേ ജാസ്മിൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. കണ്ടപ്പോഴേ സ്പടികം സിനിമ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്തു കൂടുന്നുണ്ടായിരുന്നു. ഒരേ വീട്ടിൽ എത്രയും ദിവസം താമസിച്ചിട്ട് ഉർവശി തിരിച്ചാണെങ്കിലും ജാസ്മിനെ പൊക്കി പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ജാസ്മിന്റെ മേക്കപ്പ് ഒക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചിലക്കൊക്കെ പഠിക്കാൻ നല്ലതാ ഇവിടെ വന്നിരിക്കും. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ ഫൺ മൊമെന്റ്സിനെ കുറിച്ച് നോറ ചോദിച്ചപ്പോൾ ഈ സിനിമ അത്തരത്തിലുള്ള ഒരു സിനിമ അല്ലെന്നും അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എന്നും ഉർവശി മറുപടി കൊടുത്തു. ആര് ജയിച്ചാലും എല്ലാരും ജയിച്ച പോലെയാണ്. പാർവതിയുമായിട്ട് അഭിനയിച്ചപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് തോന്നിയോ എന്നുള്ള അർജുന്റെ ചോദ്യത്തിന് ഞാനുള്ളപ്പോ തന്നെയാണ് പാർവതി വന്നത്, മഞ്ജു വാര്യരും വന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നും ഉർവശി പറഞ്ഞു. ഞാനിവിടെ വേണമെങ്കിൽ ഒന്നുകൂടെ താമസിച്ചോട്ടെ. ഉർവശി പോകുന്നതിന് മുൻപ് ജാസ്മിന്റെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പോയത്. ലിപ്സ്റ്റിക് കൂടുതൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ജാസ്മിന്റെ യഥാർത്ഥ ചുണ്ടുകൾ പലർക്കും കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് ഉർവശി പറഞ്ഞത്. ജാസ്മിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു മുഖമുണ്ടെന്ന് പലരും തെറ്റിദ്ധരിക്കുമെന്നും ഉർവശി പറഞ്ഞു. തുടർന്ന് വളരെ സാധാരണ രീതിയിൽ സംസാരിച്ച് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ഉർവശി പോയത്. ജാസ്മിന് മറ്റൊരു മുഖമുണ്ടെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെന്നൊരു സൂചന കൊടുത്ത പോലെയാണ് നമുക്ക് തോന്നിയത്. ജാസ്മിൻ അത് മനസ്സിലായിട്ടുണ്ട് താനും.